സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ നിർത്തിവെക്കും. ജൽജീവൻ പ്രവൃത്തികളിൽ നിലവിൽ 4500 കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും കുടിശ്ശിക പൂർണ്ണമായും നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മുതൽ സംസ്ഥാനത്ത് ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ നിർത്തിവെക്കുകയാണെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 13 മാസമായി ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ എടുക്കുന്ന കരാറുകാർക്ക് സീനിയോറിറ്റി ലിസ്റ്റിലുള്ള ബിൽ തുക ലഭ്യമായിട്ടില്ല. കുടിശ്ശികയായി 4500 കോടി രൂപയുണ്ട്. ഇപ്പോൾ കേന്ദ്ര സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് പ്രകാരം 288.75 കോടി രൂപ ജൽജീവൻ മിഷൻ പ്രവൃത്തിക്ക് അനുവദിച്ചത് സീനിയോറിറ്റി ബിൽ മറികടന്ന് നൽകി. നിലവിൽ ജൽജീവൻ മിഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ 2025 മാർച്ച് വരെ മാത്രമേ സമയം അനുവദിക്കുകയുള്ളൂ. മുൻപ് വലിയ കുടിശ്ശികയുള്ളപ്പോൾ തന്നെ സ്റ്റേറ്റ് വിഹിതം നൽകാത്തത് കാരണം സെൻട്രലിന്റെ വിഹിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 386 കോടി രൂപ നൽകിയത് കൃത്യമായി വിതരണം ചെയ്യുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല. 2019 ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുകയും സംസ്ഥാന സർക്കാരും ഇന്ത്യ ഗവൺമെന്റ് അതിലേക്ക് ആനുപാതിക രൂപത്തിൽ ഫണ്ട് അനുവദിക്കുകയും 2023 പൂർത്തീകരണമെന്ന് കമ്മീഷൻ ചെയ്ത പ്രവൃത്തി 2024 നീട്ടി ഇത് 2025 മാർച്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത്. അബ്ബാസ് കുറ്റിപ്പുളിയൻ, വി ഉണ്ണികൃഷ്ണൻ, ബാബു കെ നായിം, ഒ അബ്ദുൾ മജീദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.